മുഅ്മിനെ, ഫ്ലൈറ്റിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പരാമർശം എന്നാ അതിനെപ്പറ്റി ആധുനിക ഉലമാ പറയുന്നത്. കാരണം ഒന്നും ബാക്കി ഇങ്ങനത്തെ ഒരു യാത്രാസൗകര്യമുള്ള സംഗതി അള്ളാഹു എങ്ങനെ പറയാതെ പോകും? റഹ്മാൻ എന്നും അള്ളാഹു എന്നും പറഞ്ഞു രണ്ട് സ്ഥലത്ത് ഒരേ കാര്യം. വലം യറൗ ഇല ത്വയ്ർ, പറക്കുന്നതിനൊക്കെ പറയും ത്വയ്ർ. ഫ്ലൈറ്റിന് എന്താ പറയാ? ത്വയ്ർ എന്നാ പറയാ. ത്വയ്റ. പൈലറ്റിന് തയ്യാർ എന്നാ പറയാ. ത്വയ്ർ താറ യസീർ എന്നാണ് പറക്കാണ്. വലം യറൗ ഇല ത്വയ്രി ഫൗഖഹും, അവർക്ക് മീതെ പറക്കുന്നവയെ കണ്ടില്ലേ? അവിടെ പക്ഷികളാ ഉദ്ദേശം. അവർക്ക് മീതെ, നമ്മുടെ തൊട്ട് മേലെ പറക്കുന്നത് പക്ഷികളൊക്കെ. ചിറകുകൾ വിരിച്ചു നിർത്തുകയും കൂട്ടിപ്പിടിക്കുകയും ചെയ്ത് പറക്കുന്ന പറവകൾ എവിടെ? ഫൗഖഹും, നമ്മുടെ നേരെ മുകളിലാണ് ഈ പക്ഷികളൊക്കെ പറക്കുന്നത് അല്ലേ? അവരുടെ തൊട്ടുമീതെ, ഈ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അവരുടെ തൊട്ടുമീതെ ചിറകുകൾ നിവർത്തിയും സുഹൃത്ത് തബാറക്കിലല്ലേ അത്? അല്ലേ? അവരുടെ ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്ന പറവകൾ അവർ കാണുന്നില്ലേ? കാരുണ്യവാനല്ലാതെ റഹ്മാനല്ലാതെ ആരുമല്ല അവരെ പിടിച്ചു നിർത്തുന്നത്. പറക്കാനുള്ള കഴിവ് ഈ പക്ഷികൾക്ക് നൽകിയത് ആരാണ്? റഹ്മാനാണ്. അവലം യറൗ, അവർ കാണുന്നില്ലേ? ഇതൊക്കെ പക്ഷികൾ എന്ന് അർത്ഥം വെച്ചാലും ശരിയാണ്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് എന്ന് അർത്ഥം വെക്കുന്നു? നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ ആശയം അതത് കാലങ്ങളിൽ അതത് ഉലമായി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഖുർആൻ ആശയം തീർന്നു, ഇനിയൊന്നും പഠിക്കാനില്ലെന്ന് തോന്നൂലേ? ഇനിയും പഠിക്കാൻ കിടക്കുകയാണ്. യാ അല്ലാഹ്, അവലം യറൗ, അവർ കാണുന്നില്ലേ? ഇല ത്വയ്രി, അവലം യറൗ ഇല ത്വയ്ർ മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. യാ അല്ലാഹ്, കാണുന്നില്ല ഇലത്തൊയിരി പറക്കുന്നവയെ? ചിറക് കൂട്ടുക അതൊന്നും പറഞ്ഞില്ല അല്ലാഹു. പറക്കുന്നവയെ എവിടെ? ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. നേരത്തെ പറഞ്ഞതോ ഫൗഖഹും, അവരുടെ നേരെ മേലെ. പക്ഷികൾ എങ്ങനെ ഓർക്കും? നമ്മുടെ തൊട്ടരികത്താണ് ഈ പറഞ്ഞ പക്ഷികൾ. എവിടെയാ ഈ പറവകൾ? ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ പറക്കുന്നവയെ കണ്ടില്ലേ? എന്താ പറയുക? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. മുസഖർ എന്ന് പറഞ്ഞാൽ കൺട്രോൾ. അല്ലാഹു കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുക. എവിടെ? ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലത്തിൽ കൺട്രോൾ ചെയ്യപ്പെട്ട പറവകളെ കാണുന്നില്ലേ? രണ്ട് പക്ഷികളാവണോ? അള്ളാഹു രണ്ട് വിഷയം ആവർത്തിക്കോ? എന്നിട്ട് എന്തേ പറഞ്ഞത്? മാ യുംസികുഹുന്ന, ഇവയെ പിടിച്ചു നിർത്തുന്നത് ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ്. നേരത്തെ പറഞ്ഞു ഇല്ല റഹ്മാൻ. എന്റെ വ്യത്യാസം? റഹ്മാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന വിശേഷണം ജീവജാലങ്ങളോട് ബന്ധിക്കുമ്പോഴാണ് റഹ്മാൻ എന്ന് പറയാ. ഖുർആന്റെ പ്രയോഗങ്ങൾ അങ്ങനെയാണ്. ജീവജാലങ്ങളെ ബന്ധിക്കുന്ന വിഷയത്തിലാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും ഉൾപ്പെടുത്തുമ്പോഴാണ് അള്ളാഹ് എന്ന് പ്രയോഗിക്കുന്നത്. ഫ്ലൈറ്റിൽ കിടക്കുന്ന ഫ്ലൈറ്റ് എന്ന സാധനം ജീവനുണ്ടോ? ഇല്ല. അതിന്റെ ഉള്ളിൽ ജീവനുള്ളവരുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രയോഗം അള്ളാഹുവാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. എവിടെ? മുസഖറ, കൺട്രോൾ. റഡാർ സിസ്റ്റങ്ങളില്ലേ? അല്ലാതെ മനുഷ്യ കൺട്രോൾ ചെയ്തിട്ടല്ലേ ഫ്ലൈറ്റ് പോകുന്നത്. ഒരു ഫ്ലൈറ്റിന് വെറുതെ ഇരുന്നാൽ മതി എന്നാ ക്രൂയിസ് കൺട്രോളൊക്കെ ഉള്ള പോലെ അവരുടെ ഡെസ്റ്റിനേഷൻ, അവിടെ ഫ്ലൈറ്റിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. എന്താ? അത് കൺട്രോൾ ചെയ്ത് പോവാൻ. പക്ഷികളെ പറ്റി പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് മീതെ. ഫ്ലൈറ്റ് പറ്റി പറഞ്ഞപ്പോ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലത്തിൽ. പക്ഷികളെ പറ്റി പറഞ്ഞപ്പോ സാഫാത്തിൻ വയഖ്ബിദിന, വിടർത്തും നിവർത്തും അവര് കൂട്ടിപ്പിടിക്കും. ഫ്ലൈറ്റ് അത് ചെയ്യുന്നില്ല, ഫ്ലൈറ്റിന്റെ സ്പ്രെഡായി കിടക്കുക. മുസഖറാത്തിൻ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. പടച്ചോനെ, നീയാണ് ഞങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്തത് റബ്ബേ. ഞങ്ങൾക്ക് ഇത് ഇരുമ്പ് കഷ്ണങ്ങളാണ്, അലൂമിനിയം സാധനമാണ് പോണത്, പറക്കണത്. യാ അല്ലാഹ്, അവിടെ അള്ളാഹു പ്രയോഗിച്ചത് അള്ളാഹുവാണ് പിടിച്ചു നിർത്തുന്നത്. എന്തേ അള്ളാഹ് എന്ന് പറയാൻ കാരണം? ജീവനുള്ളതും ഇല്ലാത്തതും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് പക്ഷികളെ പറ്റി പറഞ്ഞപ്പോ ഇല്ല റഹ്മാൻ, പക്ഷികൾ ജീവനുള്ളതാണ്. ജീവനുള്ളവരുമായുള്ള റഹ്മത്ത് ബന്ധിക്കുമ്പോഴാണ് റഹ്മാൻ എന്ന പേര് അള്ളാഹു പറയുന്നത്. സ്വല്ലു അലൻ നബി മുഹമ്മദ്.